ഹലോ സർ, നിങ്ങൾ ചോദിച്ച ഡീറ്റെയിൽസ് ഞാൻ എടുത്തായിരുന്നു. അങ്ങനെ പറയത്തക്ക കുടുംബക്കാരൊന്നും അവന്മാർക്കില്ല. ചോദിച്ചു വരാൻ അങ്ങനെ ആരും കാണില്ല. ഞാൻ അവന്മാരെ നമ്മുടെ ഗോഡൗണിലോട്ട് വിട്ടിട്ടുണ്ട്. ബാക്കി ആ നെൽസനും പിള്ളേരും നോക്കിക്കോളും. ഓക്കെ. ഇഗ്നേഷ്യസ്, ഒന്നിങ്ങ് വന്ന്. എന്താണാവോ? ഇങ്ങ് വാ. നിനക്കെന്താ വട്ടാണോ? അതെന്താ അങ്ങനെ പെട്ടെന്നൊരു സംശയം? അല്ലാതെ പിന്നെ ഞാൻ എന്താ കരുതേണ്ടത്? ആ ന്യൂസിൽ കണ്ടത് അത് അവരല്ലേ? ഇന്നലെ എന്നെ വല്ലവരും ചത്തേനെന്തിനാ നീ എൻ്റെ കുക്കിനെ പിടിക്കുന്നേ? സത്യം പറ, അപ്പം നിനക്കതിലൊരു മങ്കുമില്ലേ? എന്ന് ഞാൻ പറയില്ല. അവന്മാരെ നേരിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല. നേരിട്ട് ചെയ്തില്ലെന്ന് വെച്ചാൽ നീ വല്ല കൊട്ടേഷനും കൊടുത്തോ? നീ എന്നെ ഇത്ര ചീപ്പായാണ് കണക്കായിരിക്കുന്നേ. പിന്നെ അവന്മാർ ഒരു താഴെ കൂടെ ഗ്യാങ്ങിലെ അംഗങ്ങളായിരുന്നു. ഒരു എതിർ ഗ്യാങ്ങിനെ ഞാനൊന്ന് പിരിയേറ്റി കിട്ടും. അവർ തന്നെ അതങ്ങ് ഡീൽ ചെയ്തു. എനിക്കും സന്തോഷം, അവർക്കും സന്തോഷം. ഇലക്കും മുള്ളിനും കേടില്ല. നിനക്കൊരു മനുഷ്യത്വമില്ല ഇഗ്നേഷ്യസ്. മനുഷ്യത്വം ഉണ്ടോയെന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ സ്വാർത്ഥത ആവശ്യത്തിലേറെയുണ്ട്. നിന്നെ സംബന്ധിച്ച് എന്തും എനിക്ക് അവകാശപ്പെട്ടതാ, എനിക്ക് മാത്രം. അത് നിന്റെ കണ്ണീരാണെങ്കിലും ചിരിയാണെങ്കിലും ഭയമാണെങ്കിലും ആ സ്വാർത്ഥതയാണ് ഇതിന് പിന്നിൽ. അത്ര അറിഞ്ഞാൽ മതി നീ. നിന്നെ കൂടുതൽ അറിയുന്നവരും എനിക്ക് പേടിയാകുന്നുണ്ട് ഇഗ്നേഷ്യസ്. പേടി നല്ലതാ, പക്ഷെ ജാക്ലിൻ, ഈ ലോകത്തിൽ നീ എന്നെ മാത്രം പേടിച്ചാൽ മതി. മറ്റാരും നിന്റെ ഭയത്തിന് അർഹരല്ല. അത്രയും പറഞ്ഞുകൊണ്ട് ഇഗ്നേഷ്യസ് മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയി. തലേ ദിവസം MP കോർപ്പറേഷനിൽ. I'm pretty sure we've already gone over this a million times. Get back to me when you have someone more competent on your side. അടുത്തിരുന്ന കപ്പിൽ നിന്നും കോഫി കുടിച്ചിരുന്നു നിക്കോളസ്. സർ, മിസ്സസ് റെജിന ഈസ് ഹിയർ ടു സീ യു. ജിന. പെട്ടെന്ന് നിക്കോളസ് ചുമക്കാൻ തുടങ്ങി. ജിന അവൻ്റെ അരികിലേക്ക് ഓടിച്ചെന്നു. അടുത്തുള്ള കോഫി മഗ് ഒന്ന് പരിശോധിച്ചതിന് ശേഷം അവൾ ഉടനെ തന്നെ അവളുടെ ബാഗിൽ നിന്നും ഒരു യന്ത്രമെടുത്ത് നിക്കിനെ കുത്തി. അല്പസമയം കഴിഞ്ഞപ്പോൾ അവൻ ഓക്കെ ആയി. നിക്കോളസിന് വേറെ പ്രശ്നമൊന്നുമില്ലെന്ന് ഉറപ്പാക്കിയതിന് ശേഷം ജിന നിക്കിൻ്റെ അസിസ്റ്റൻറ്റിനോട് ചോദിച്ചു, ആരാ ഈ കോഫി പ്രിപ്പയർ ചെയ്തത്? മാം, അത് ഞാൻ തന്നെയാണ്. നിങ്ങളുടെ ബ്രീഫിലില്ലാത്ത വല്ല ഇൻഗ്രീഡിയൻസും കോഫിയിലിട്ടോ? അത് മാം, സിനമൺ ടേസ്റ്റ് റിയലി ഗുഡ് വിത്ത് കോഫി. ഞാനങ്ങനെയാണ് കുടിക്കാറ്. സോ സാറിനും അങ്ങനെ. നിങ്ങളുടെ ബ്രീഫിൽ ഒരു കാര്യം എഴുതിയിട്ടുണ്ടെങ്കിൽ അത് ആദ്യം ശ്രദ്ധിച്ച് വായിക്കാൻ പഠിക്കണം. ഈസ് അലർജിക് ടു സിനമൺ. നിന്റെ എക്സ്പെരിമെൻസിൻ്റെ സബ്ജക്റ്റ് അല്ല എൻ്റെ ഭർത്താവ്. എന്ത് റിലാക്സ്? നീ നിന്റെ എപ്പിപ്പെൻ കൊണ്ടുവന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. ഈ സമയത്ത് ഞാൻ ഉണ്ടായതും എൻ്റെ ബാഗിൽ നിനക്കുള്ള എപ്പിപ്പെൻ ഉണ്ടായതുകൊണ്ടും ഒന്നും സംഭവിച്ചില്ല. കർത്താവിൻ്റെ കൃപ കൊണ്ട്. എന്നും അങ്ങനെ ആയണോ? അതിനെങ്ങനെ കെട്ടുള്ള വിരുത്തി ഉണ്ടെന്ന് ബോധം ഉണ്ടായാലല്ലേ? ദിയ, ഡോണ്ട് റിപ്പീറ്റ് ദിസ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജിനയെ വിളിച്ചാൽ മതി. ബട്ട് സർ, അത് M സെക്ടർ. ഇന്നത്തെ അപ്ഡേറ്റ് ഒന്നും അറിഞ്ഞില്ലേ? നൗ ലീവ് us alone. ആ പുതിയ പ്രൊജക്റ്റ്. ജിന സംസാരിക്കാൻ തുടങ്ങിയപ്പോഴേ അനുവാദം ചോദിക്കാതെ ഒരാൾ ഓഫീസിലേക്ക് കടന്നു വന്നു. വിസിറ്റേഴ്സ് ചെയറിൽ അയാൾ കയറിയിരുന്നു. നിക്ക്, എത്ര നേരമായി ഞാൻ എനിക്ക് കോൾ ചെയ്യുന്നു, ഒന്ന് ഫോൺ എടുത്തൂടെ? ആകാശ്, ഞാൻ തിരക്കിലാണ്, നീ പിന്നെ വാ. തിരക്കോ?
എന്താ ഈ ചരക്കുമായിട്ട് ഓഫീസിലാണ് ചുറ്റിക്കളി? എണീക്കടാ. ഓ എന്താടാ? ചേട്ടെ, എൻ്റെ ഭാര്യയെ പറയാൻ നീ ആയടാ. നിക്കോളസ് ദേഷ്യം അടക്കാനാകാതെ ആകാശിനെ അടിക്കാൻ വേണ്ടി കൈയോർത്തി. നിക്കോളസ് വേണ്ട. നിക്ക് തൻ്റെ സകല ക്ഷമയും ആവാഹിച്ച് അവൻ്റെ ദേഷ്യമടക്കാൻ ശ്രമിച്ചു. ജിന ആകാശിൻ്റെ അടുത്തേക്ക് നടന്നു. നീ ആരാണെന്ന് എനിക്കറിയില്ല, എനിക്കറിയുകയും വേണ്ട. പക്ഷേ ഇനി മേലാൽ എന്നെയെന്നല്ല ഏത് പെണ്ണിനെയും നീ അങ്ങനെ പറഞ്ഞെന്ന് ഞാൻ അറിഞ്ഞ നിന്റെ കിടുങ്ങാമണി പറിച്ച് ഞാൻ പൂച്ചക്കിട്ട് കൊടുക്കും. കേട്ടോടാ പുല്ലേ, മര്യാദക്ക് സ്ഥലം വിട്ടോ. അവൾ പറഞ്ഞ പോലെ ചെയ്യും. ഇനി നിന്നെ ഈ പരിസരത്തിൽ കണ്ട മോനെ ആകാശേ. ബാക്കി കേൾക്കാൻ നിൽക്കാതെ ആകാശ് ഇറങ്ങി ഓടി. ജിന, നോ, നമ്മൾക്കിടയിൽ ഒന്നും മാറിയിട്ടില്ല. ഒന്നും പോരാനിട്ട് എൻ്റെ ജാക്കിയുടെ ജീവിതം കൂടി. ജിന, ഞാൻ പറയട്ടെ. വേണ്ട, ഇനി നമ്മുടെ മീറ്റിംഗ്സ് ഫുൾ ടീം ഉണ്ടാകുമ്പോൾ മതി. നിങ്ങൾ എനിക്ക് ഒറ്റയ്ക്ക് കാണണ്ട. അത്രയും പറഞ്ഞുകൊണ്ട് ജിന ഓഫീസിൽ നിന്നും ഇറങ്ങിപ്പോയി. 1000 മുറിവ് തുന്നിക്കൂട്ടുന്ന വേദനയോടെ നിക്കോളസ് അവൾ പോയ വഴി നോക്കി നിന്നു. ഇനിയും എത്ര കാലം ഞങ്ങളെ തന്നെ ഇങ്ങനെ ശിക്ഷിക്കണം? അവൻ മനസ്സിൽ മന്ത്രിച്ചു. എം സെക്ടറിൽ തിരിച്ചെത്തിയ ജിന ഭയന്നുകൊണ്ട് ഓടി വരുന്ന ഹോപ്പിൻ്റെ മുന്നിലാണ് ചെന്നെത്തിയത്. ചേച്ചി ചേച്ചി ജാക്കി എന്തോ. പേടിച്ച് വാക്കുകൾ കിട്ടാതെ ഹോപ്പാകെ പരിഭ്രാന്തയായി. ഹോപ്പ്, നീ പാനിക്കാക്കാതെ കാര്യം പറ. ചേച്ചി, ജാക്കി താഴെ കിഴത്തേൽ കോഫി അടിക്കാൻ പോയപ്പോൾ തലകറങ്ങി വീണെന്ന്. ആംബുലൻസ് എത്തുന്നേ ഉള്ളൂ. എന്താ പറ്റിയതെന്നറിയില്ല. തലയടിച്ച് വീണ്ടും മുറിവുണ്ട് തലയിൽ. എന്നിട്ട് അവളെവിടെ? ഇഗ്നേഷ്യസ് എവിടെ? അവനെ നോക്കി നിന്നിട്ട് എന്താ കാര്യം? ആംബുലൻസിനൊന്നും വെയിറ്റ് ചെയ്യണ്ട. ജെയിംസ്, നീ അവളെ എടുത്ത് ആ വീൽ ചെയറിലിട്, നമുക്ക് കൊണ്ടുപോകാം. മോളെ ജാക്കി. മറിയ അവളുടെ മുഖത്ത് വെള്ളം തെളിച്ചു. എന്താ? ഞാനെവിടെ? മോളെ, നിനക്ക് എഴുന്നേറ്റ് ഇരിക്കാൻ പറ്റുമോ? നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. വാ ബ്രാം, നമ്മൾ രണ്ടുപേരും താങ്ങാവുള്ള. ലിയം, കാർ റെഡിയാക്കെ. ഞങ്ങളുടെ പെങ്ങളെ നോക്കാൻ നിങ്ങളുടെ സഹായം വേണ്ട, ഞങ്ങൾ താങ്ങിക്കൊള്ളാം അവളെ. അയ്യോ, ഇത് തലയിൽ മുറിയുന്ന ചോര വരുന്നു. ഈ നേരത്ത് നിന്ന് തല്ലാതെ അവളെ വേഗം കാറി കയറ്റാൻ നോക്ക്. ആരെങ്കിലും ഐസ് എടുത്തോണ്ട് വാ മുറിവിന് വെക്കാൻ. ഈ കോലാഹലങ്ങൾക്കിടയിലാണ് ഇഗ്നേഷ്യസ് അവിടെ എത്തുന്നത്. ആരെയും കാത്തു നിൽക്കാതെ അവളുടെ അടുക്കൽ ചെന്ന് അവൻ അവളെ വാരിയെടുത്തു. ജെയിംസ്, വണ്ടി കൊണ്ടുപോകും എക്സിറ്റിലോട്ട്. ജെയിംസ് വേഗം എക്സിറ്റിലോട്ട് ഓടി. പിന്നിൽ നടക്കുന്ന പ്രതിഷേധങ്ങൾ വകവയ്ക്കാതെ അവൻ അവളെയും എടുത്ത് എക്സിറ്റിലോട്ട് നടന്നു. ബാക്ക് സീറ്റിൽ അവളെ കയറ്റി. പിന്നെ അവളുടെ തല അവൻ്റെ മടിയിൽ വെച്ച് അവനും പിന്നിൽ തന്നെ ഇരുന്നു. അവർ വേഗം തന്നെ ആശുപത്രിയിലേക്ക് പോയി. പിന്നാലെ ബാക്കിയുള്ളവരും ആശുപത്രിയിലേക്ക് യാത്രയായി. ജാക്കുലിൻ്റെ കൂടെ ആരാ? ഞങ്ങൾ മൂന്ന് ഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുക. ആൾക്കിപ്പോഴും കുറച്ച് ക്ഷീണമുണ്ട്. ബ്ലഡ് ടെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. 1/2 മണിക്കൂർ റിസൾട്ട് കിട്ടും. ഈ ബില്ല് കൗണ്ടറിൽ പോയി അടച്ചോളൂ. നീ ഇവിടെ നിൽക്ക്. ജെയിംസിനോട് ഇഗ്നേഷ്യസ് പറഞ്ഞു. എന്നിട്ട് അവൻ ബില്ലടക്കാൻ വേണ്ടി പോയി. വൂണ്ട് ഡ്രസ്സ് ചെയ്ത ശേഷം ഡ്രിപ്പ് കയറ്റാൻ വേണ്ടി ജാക്കിയെ റൂമിലേക്ക് മാറ്റി. പാലത്തിങ്കലെയും മരക്കാർ വീട്ടിലെയും അംഗങ്ങൾ അവൾക്ക് ചുറ്റും ഹാജരായി, ഇഗ്നേഷ്യസ് ഒഴികെ. മോളെ, നീ നന്നായി ഉറങ്ങിയില്ലേ ഇന്നലെ? നല്ല ക്ഷീണമുണ്ട് മുഖത്ത്. ഉറങ്ങിയ ചേച്ചി? അറിയില്ല, ബ്ലഡ് ഷുഗർ വല്ലതും ലോ ആയതാവും. അപ്പോൾ ഞാൻ രാവിലെ വെച്ചൊന്നും കഴിച്ചില്ലേ? അയ്യോ, കഴിച്ചു മറിയേച്ചി. പിന്നെന്താ പെട്ടെന്ന് ഇങ്ങനെ? ബ്ലഡ് റിസൾട്ട് വരാറായില്ലേ? ആ സമയത്താണ് ഡോക്ടർ അവരുടെ മുറിയിലെത്തുന്നത്. ഡോക്ടർ ജാക്കിയുടെ പൾസും പ്രഷറും എല്ലാം പരിശോധിച്ചതിന് ശേഷം പറഞ്ഞു, പേടിക്കാൻ മാത്രമൊന്നുമില്ല, ഈ സമയത്ത് ഇതൊക്കെ കോമണാ.
ഇനി അങ്ങോട്ട് ഫുഡൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഏത് സമയത്ത് അവൾക്കെന്താ ഒരു ഡെഫിഷ്യൻസി ഉണ്ടോ? ഡെഫിഷ്യൻസിയോ? എന്താ ഫിലിപ്പേ, നീ ഒരു മാമനാകാൻ പോകുന്നത് ഒരു ഡെഫിഷ്യൻസിയാണോ? മാമനോ? അതേടാ ജെയിംസ്, ഷീസ് 3 months along. കൺഗ്രാറ്റുലേഷൻസ്. ആദ്യത്തെ പേരക്കുട്ടി അങ്ങനെ ഇളയതുങ്ങളുടെ വക. ഡോക്ടർ അവരെ വീണ്ടും ആശംസിച്ച് റൂമിൽ നിന്നും ഇറങ്ങിപ്പോയി. 3 മാസമോ? നിനക്ക് US ആരായിട്ടോ അടി അഫെയർ ഉണ്ടായിരുന്നത്? ഇനി ഏതോ ഒരുത്തിൻ്റെ കൊച്ചിനെ വീടെന്നും പറഞ്ഞ് ഞങ്ങൾ വളർത്തണോ? ദേ നിർത്തിക്കോ. ജാക്കലിൻ, നീ ഇങ്ങനെ ചീപ്പായില്ലോ. പൈടി, ആരാ നിന്റെ കൊച്ചിൻ്റെ തന്ത? ഇച്ചായ, നീ മിണ്ടരുത്. ഇനി ഇതിനും നീ കൂടെ നിൽക്ക്. നീ ഇവിടെ കൂട്ടിക്കൊടുത്തടാ. ഫിലിപ്പ് ചായ, മര്യാദ സംസാരിച്ചു. ഓ, ഇനി അവന് വക്കാലത്ത് പറയാൻ നീ വരുമല്ലോ. ഈ കോലാഹലങ്ങളുടെ ഇടയിലേക്കാണ് ബില്ലടച്ചു കഴിഞ്ഞ് ഇഗ്നേഷ്യസ് തിരിച്ചെത്തുന്നത്. മോളെ, ആരാണ് നിഖിലെന്ന് പറ, ബാക്കി ഞങ്ങൾ നോക്കിക്കോളാം. ഞാൻ തന്നെയാ. എല്ലാവരും നെട്ടിലൂടെ വാതിലിലേക്ക് നോക്കി. എന്താ നീ പറഞ്ഞേ? ഇനി അതും പറഞ്ഞ് ആരും അവളുടെ വെക്കിട്ട് കയറണ്ട. അവളുടെ കൊച്ചിൻ്റെ അച്ഛൻ ഞാൻ തന്നെയാ. പക്ഷെ ഷീസ് 3 months pregnant. എടാ ദ്രോഹി, നീ എൻ്റെ പെങ്ങളെ. ജെയിംസ് ഇഗ്നേഷ്യസിൻ്റെ കോളറിൽ കയറി പിടിച്ചു. ആ അടങ്ങ് ജെയിംസേ, ഞാൻ അവളെ കയറി പീഡിപ്പിച്ച പോലാണല്ലോ നിന്റെ മട്ട്. എൻ്റെ കൂടെ പൂർണ്ണ മനസ്സോടെ അല്ല കിടന്നതെന്ന് അവൾ പറയട്ടെ. ജാക്കി, ഇഗ്നേഷ്യസ് തന്നെയാ. വേറെ ഇപ്പം എന്നോടൊന്നും ചോദിക്കില്ല ജനേച്ചേ. ചോദിക്കാതെ പിന്നെ നിങ്ങളുടെ രണ്ടുപേരുടെയും തോന്നിയ വാസത്തിന് ഞങ്ങൾ കൂട്ടു നിൽക്കണോ? നിനക്ക് എന്തിൻ്റെ കടിയായിരുന്നടി ഇവൻ്റെ കൂടെ? സൂക്ഷിച്ച് സംസാരിച്ചാ ഫിലിപ്പിച്ചായ. നിങ്ങളുടെ പെങ്ങള് എൻ്റെ ഭാര്യ കൂടിയാ. അവളുടെ വയറ്റിലൊരു കുഞ്ഞു വളരുന്നുണ്ടെങ്കിൽ അതൊരു നിമിഷത്തെ കാമത്തിനുണ്ടായതല്ല, നല്ല ഒന്നാന്തര അസ്ഥിക്ക് പിടിച്ച പ്രേമത്തിൻ്റെ റിസൾട്ടാ അല്ലടി ജാക്വലിൻ ഇഗ്നേഷ്യസ്. பூக்கள் பூக்கும் தருணம் மாறுயிரே பார்த்ததாருமில்லை. புலரும் காலை பொழுதை முழுமதையும் பிறந்த போவதில்லையே. நேற்று வரை நேரம் போகவில்லையே, உனதருகே நேரம் போகவில்லை. எதுவும் பேசவே